ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രത്തിലേക്കാണ്. ഇത് ന്യൂജേഴ്സിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ ചെന്ന് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അക്ഷർധാമിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നത് എല്ലാ ഇന്ത്യക്കാരാണ് നിൽക്കുന്നത്. പണ്ട് ഇവിടെ വരുന്നതിന് റിസർവേഷൻ വേണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇവിടെ റിസർവേഷൻ വേണം. സ്റ്റിൽ ഇത് രണ്ട് സൈഡും നോക്കിയാൽ ഇവിടെ സ്റ്റിൽ കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പാർക്കിംഗ് ഒന്നും ഫുൾ സ്വിംഗ് ആയിട്ടില്ല, സ്റ്റിൽ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോ ഇതിന്റെ എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യമായിട്ട് ഇവിടെ വരുമ്പോ നമ്മൾ റിസർവേഷൻ ആയിട്ട് വേണം വരാൻ. അത് ചെക്ക് ചെയ്യാൻ അവിടെ ആൾക്കാരുണ്ട്. 3-4 വട്ടം ചോദിച്ചല്ലേ. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പോയിരിക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ സോ ബ്യൂട്ടിഫുൾ. ഇതിന്റെ ഫൗണ്ടറാണ് നീലകാന്ത് വർണി അല്ലെങ്കിൽ ഭഗവാൻ സ്വാമിനാരായൺ. അദ്ദേഹത്തിന്റെ പ്രതിമയാണ് നമ്മളാ കാണുന്നത്. നീലകാന്ത് വർണി 11 വയസ്സുള്ളപ്പോൾ ഇന്ത്യയിലെ ഹോളി പ്ലേസസിൽ യാത്ര ചെയ്ത് തുടങ്ങി. അതിന്റെ ആ മോഡലാണ് ഇവിടെ പണിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓഷൻ നടന്നു പോയ വഴികൾ കേരളം തമിഴ്നാട് കേരളമുണ്ട്. ഇങ്ങനെ ഫുള്ള് നടന്ന് എല്ലായിടത്തും പോയി കണ്ടോ. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമല്ലേ അത്? അല്ല, തോന്നുന്നു. യാത്ര ചെയ്ത പുണ്യ സ്ഥലങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഉണ്ട് അവിടെ അത് യാത്ര ഓരോ സ്ഥലങ്ങൾ നമ്പറിട്ട് വെച്ചിട്ടുണ്ട്. 5 അങ്ങനെ 10 എന്ന് പറയുമ്പോഴത്തേക്ക് ജഗന്നാഥ് പുരി, അങ്ങനെ ഓരോരോ സ്ഥലങ്ങളുണ്ട്. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രമുണ്ട് 14ാമത്തെ. പത്മനാഭസ്വാമി ക്ഷേത്രമാണ് 14 എടുത്തേക്കുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ടായ ഓരോ ഇൻസിഡൻസും കാര്യങ്ങളും അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളുമാണ് ഈ സ്റ്റോണിൽ ഇവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് റിസർവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ വന്ന് നമുക്കിവിടെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് പുറത്ത് നിന്ന് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് പുറത്ത് കണ്ടിട്ട് തിരിച്ചു പോകേണ്ടി വരും. അമ്പലം ഇതിൻ്റെ ഉള്ളിലാണ്. അമ്പലത്തിൻ്റെ ചെറിയൊരു പാർട്ട് മാത്രമേ പുറത്ത് നിന്ന് കാണാൻ പറ്റത്തുള്ളൂ. ഈ വാട്ടർ ഫൗണ്ടൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അമേരിക്കയിലെ 50 സ്റ്റേറ്റ്സിൽ നിന്നുള്ള വെള്ളമാണ് ഇതിൽ കൊണ്ടുവന്ന് ഒഴിച്ചിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയിലെ 108 പുണ്യ സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളവും ഇതിൽ കൊണ്ടുവന്നിട്ട് ഒഴിച്ചിട്ടുണ്ട്. മൊത്തത്തിൽ 300 സ്ഥലങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് ഇതിലുള്ളത്. നമ്മളിപ്പോൾ ബോർഡിംഗ് പാസ് ചെക്ക് ചെയ്ത് അകത്തോട്ട് കയറി. ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഷോർട്ട് സ്ലീവോ മുട്ടിന് മേലോട്ടുള്ള ഡ്രസ്സോ ഇട്ടുകൊണ്ട് വന്നെങ്കിൽ ഇവിടുന്ന് തന്നെ ഒരു മേൽമുണ്ട് തരും. അത് ധരിച്ചുകൊണ്ട് വേണം നമ്മൾ അകത്തോട്ട് കയറാൻ. നമ്മളിപ്പോൾ വെൽക്കം സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരാൻ നല്ല ചെക്കിംഗ് ഒക്കെ ഉണ്ട്. ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് നമ്മളിതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുകയാണ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി. അതുപോലുള്ള കൊത്തുപണികളൊക്കെ ഇവിടെ ഉള്ളത്. സോ ബ്യൂട്ടിഫുൾ. വെൽക്കം സെൻറ്റർ കഴിഞ്ഞ് ഇവിടെ എല്ലാം കണ്ട് ഇതിന് ശേഷം നമ്മൾ മെയിൻ അക്ഷർധാം ടെമ്പിൾ കാണാൻ വേണ്ടി മൂവ് ചെയ്യാണ്. അത് ഇതിലെയാണ് പോകുന്നത്. വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് വിഷിംഗ് വെല്ലാണ്. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് മനസ്സിലാലോചിച്ച് ഇതിലേക്ക് പൈസ ഇടുകയാണെങ്കിൽ ആ ആഗ്രഹം നടക്കും എന്നാണ് പറയുന്നത്. മെയിൻ ടെമ്പിൾ ഇപ്പോൾ ഓപ്പൺ ആണ്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കപ്പയൊന്ന് പിടിച്ചേ കുഞ്ഞിനെ.
മന്ദിറിൻ്റെ അകത്തൊക്കെ പോയി കണ്ടു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ നാട്ടിലെ പോലെ 2:30 3:30 അങ്ങനെ നട തുറക്കുന്ന പോലെ ഇവിടെ 3:30 സമയത്ത് മന്ദിർ ഓപ്പൺ ആക്കി നമ്മൾ അകത്ത് കയറി കണ്ടു. പക്ഷേ നിർഭാഗ്യകരമായ അവസ്ഥ എന്തെന്ന് വെച്ചാൽ നമുക്ക് അകത്ത് കയറി ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് രഹസ്യമായിട്ട് എടുക്കാൻ പറ്റും, മൊബൈലിൽ പോയിട്ടിലൊക്കെ വെച്ചെടുക്കാൻ പറ്റും. പക്ഷെ ഞങ്ങളൊന്നും നിന്നില്ല. അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തെ വിശ്വസിക്കുന്ന ഇവരെന്ന് പറയും. പറഞ്ഞേ എങ്ങനെയുണ്ട് അകത്ത്? അടിപൊളിയായിരുന്നു. അകത്ത് വൈറ്റ് മാർബിൾ കൊണ്ടാണ് ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റാലിയൻ മാർബിളിൽ കൊത്തുപണികൾ ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് ഇറ്റാലിയൻ മാർബിൾസ് രാജസ്ഥാനിൽ കൊണ്ടുവന്നിട്ട് ഫുൾ കൊത്തുപണി അവിടെ വെച്ചാണ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ബാക്കി അസംബ്ലിംഗ് എല്ലാം ഇവിടെ വെച്ചാണ് നടന്നിരിക്കുന്നത്. കൂടാതെ രാജസ്ഥാനിൽ നിന്ന് വന്ന റെഡ് സാൻഡ് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മുടെ പുറകിൽ കാണുന്ന എല്ലാ കൊത്തുപണിയും കാര്യങ്ങളും എല്ലാം പണിതിരിക്കുന്നത്. നോക്കും, ഫുൾ സിമെട്രി. പിന്നെ ഇതിന്റെ ഉള്ളില് മറ്റ് അമ്പലങ്ങളിലെ പോലെ ഒരുപാട് ഭണ്ഡാരപ്പെട്ടിയോ പ്രസാദം കൊടുക്കലോ അങ്ങനെയുള്ള യാതൊരു പരിപാടിയും ഇല്ല. ജസ്റ്റ് നമുക്ക് കാണാൻ വേണ്ടിയുള്ള കുറേ മാർബിളിൽ കൊത്തുപണി ചെയ്തേക്കുന്ന കുറേ രൂപങ്ങളും പിന്നെ അതിന്റെ ഡിസ്ക്രിപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ സ്ട്രോളർ കൊണ്ടുവരാക്കത്തില്ല. അത് സ്ട്രോളർ കീപ്പ് ചെയ്യാൻ ഒരു പ്രത്യേക റൂമുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഷൂസ് എല്ലാം കീപ്പ് ചെയ്യാനും ഒരു റൂമുണ്ട്. ഇവിടെ മന്ദിറിനോട് ചേർന്ന് തന്നെ സ്റ്റോറുണ്ട്. ഇവിടെ ബുക്സ്, ഓരോ ശില്പങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്തായിട്ട് തന്നെ ഫുഡ് സ്റ്റോറുണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മഞ്ഞ ജിലേബി, അത്യാവശ്യം വിലക്കുറവാണ് കേട്ടോ, വലിയ വിലയൊന്നുമില്ല. നമ്മളിവിടെയൊക്കെ ഭയങ്കര വില കൂടുതൽ സാധനങ്ങളൊന്നും അമ്പലത്തിലുണ്ട്. മന്ദിരമൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് തന്നെ ഒരു കഫേ ഉണ്ട്, നമുക്ക് ചായ കുടിക്കും, നല്ല ചായയാണ്. പിന്നെ അവിടെ തന്നെ ബേക്കറി ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള ജിലേബി അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കഴിയാം. വലിയ വിലയൊന്നുമില്ല, വിലക്കുറവാണ്. കമ്പയറിംഗ് പൊതുവേ നോക്കുകയാണെങ്കിൽ വിലക്കുറവാണ്. അമ്പലമാണെങ്കിലും കൂടുതലും ഇവിടെ വിശ്വാസികളെക്കാളും കൂടുതൽ വരുന്ന ടൂറിസ്റ്റുകളാണ്. കാരണം ഇത് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ അമ്പലമായതുകൊണ്ട് ഏറ്റവും ഫസ്റ്റ് കംബോഡിയയിലുള്ളത്, സെക്കൻഡ് ഇത്, തേർഡ് ഇന്ത്യയിലുള്ള അമ്പലങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത്. ബൈ.